Hello friends, welcome back to NKL EDITS. NKL EDITSന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു അടിപൊളിയായിട്ടുള്ള അഡ്വാൻസ് ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ MP4 സ്റ്റാറ്റസ് വീഡിയോസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ട്രാൻസിഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ട്രാൻസിഷൻസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ ഇവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലൊരു ഇമേജ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1:1 ഞാനിവിടെ ഒരു ഇമേജ് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏതൊരു ക്ലിപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തിരിക്കുന്ന ആ ഒരു ഇമേജാണ്. ശേഷം നമ്മൾ ഇതിലേക്ക് വേറൊരു ഇമേജും കൂടി ആഡ് ചെയ്യണം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയാസിൽ പോയിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു ഇമേജും കൂടി ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ വന്നിട്ട് ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു ഷേപ്പ് ആഡ് ചെയ്യണം. ഈ ഒരു സർക്കിൾ ഷേപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് വേണ്ട അത്ര ഒരു സ്കെയിലിൽ നിങ്ങൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം എൻഡിൽ വന്ന് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ടാവും. ശേഷം ആ ഒരു സർക്കിളിൻ്റെ ലെയർ സെലക്ട് ചെയ്യുക. ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് മാസ്ക് ചെയ്യാം. ഓക്കെ, ശേഷം ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫോട്ടോ ലെയർ നമ്മൾ ഈ ഒരു അതായത് ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് നമ്മൾ ഈ ഒരു സ്കെയിൽ ടൂൾ പോയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ സൂമും ഔട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് മൂവ് ടൂൾ ഉപയോഗിച്ച് കറക്റ്റായിട്ട് അതിൻ്റെ സെറ്റ് ചെയ്യുക. ഓക്കെ, കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ശേഷം 2 ലെയർ സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്കിപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂയും കാര്യങ്ങളൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്കൊരു സൂം ട്രാൻസിഷൻ കൊണ്ടുവരണം. അതായത് ഫസ്റ്റ് സൂം ഔട്ടായിട്ട് പിന്നെ ഒരു സൂം ഇന്നാവുന്ന രീതിയിൽ വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യാം, മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക, സ്കെയിൽ ടൂൾ പോയിട്ട് ഇതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ കാര്യം നിങ്ങൾക്ക് എത്ര കുറക്കണം എന്ന് വെച്ചാൽ അത്രയും കുറയ്ക്കാം. ഇപ്പോൾ ഫുള്ള് മൈനസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോറി. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു കർവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കർവ് നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം. നിങ്ങളെ റിലീക്കിനനുസരിച്ച് നിങ്ങളെ കർവും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം ബാക്ക് വരാം. ഓക്കെ, ശേഷം ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ വേറെ എന്തെങ്കിലും എഫക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ എഫക്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു റൊട്ടേറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം നേരത്തെ ആഡ് ചെയ്ത് ആ ഒരു ഭാഗത്തായിട്ട് ഒരു കീ ഫ്രെയിം, ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ കാര്യം ഒരു 30 ഒക്കെ കൊടുത്തിട്ട് 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ആ ഒരു കർവ് തന്നെ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു രീതിയിൽ റൊട്ടേഷനൊക്കെ ആയിട്ട് ഒരു സൂമായി വരുന്ന ഒരു പിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ബോർഡർ ആൻഡ് ഷാഡോയിൽ പോയിട്ട് ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര ഇൻക്രീസ് ചെയ്തിട്ട് അതിൻ്റെ അടിയിലേക്ക് വന്നാൽ ഇവിടെ പൊസിഷൻ എന്നാണ് അതിൻ്റെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ 0ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം ബാക്ക് വരാം. അപ്പോൾ നമുക്കിതാ ഇത്രയും കാര്യങ്ങൾ സെറ്റായി. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ സെറ്റായി. ഇനി ലാസ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒരു ഓവർലേ ആഡ് ചെയ്യാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയാസിൽ പോയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ഓവർലേ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓവർലേ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ആ ഒരു ഓവർലേ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് ഇവിടെ എൻഡിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ശേഷം ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് ലൈറ്റുകളിൽ സ്ക്രീൻ കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ നോക്കിയതാ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ടല്ലേ. ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു ട്രാൻസിഷൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് ജസ്റ്റ് ഒരു 2 കീ ഫ്രെയിം ഒക്കെ ആഡ് ചെയ്ത് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി 2 കീ ഫ്രെയിം ഒക്കെ ആഡ് ചെയ്ത് രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ കുറച്ച് വാല്യൂ ഒക്കെ കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ,
ഞാൻ ജസ്റ്റ് ഒരു ഒപ്പാസിറ്റി ചെറുങ്ങനായിട്ടൊന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്കിപ്പോൾ ലഭിക്കുക. അടിപൊളിയായിട്ട് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ ഇതിലേക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം എൻഡ് വരെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു റെക്റ്റാങ്കിൾ നമ്മളിവിടെ വന്നിട്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുത്തതിന് ശേഷം നമ്മൾ എല്ലാ ലെയറും സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക, അതായത് രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത്രയും സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്കിപ്പോൾ ഇവിടെ സെറ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രാൻസിഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഏത് തരത്തിലുള്ള എഫക്റ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ ഇന്നലെ ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്, അതിനൊരു സ്മൂത്ത് പിഞ്ച് ബൾജിൻ്റെ ആ ഒരു സാധനം ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ നമ്മളെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ പോയിട്ട് കാണാം. ഓക്കെ, വേഗം ഒന്ന് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം ഞാൻ ഇന്നലത്തെ ആ ഒരു എഫക്റ്റും കൂടി ഞാൻ ഇതിൽ ഇന്നലത്തെ ആ ഒരു സ്മൂത്തർ പിഞ്ച് ബൾജും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു അടിപൊളിയായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്മൂത്ത് പിഞ്ച് ബൾജ് വേണം ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ നിങ്ങളൊന്ന് കാണാം. നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഇന്നലത്തെ വീഡിയോ ഒന്ന് കാണാം. അല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ട്രാൻസിഷനായി ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.